സുഹൃത്തുക്കളെ, ഇതാ വന്നിരിക്കുന്നു. സ്വർണ്ണ വിപണിയിലെ നിക്ഷേപകരും ആഭരണപ്രിയരും കാത്തിരുന്ന ആ വാർത്ത. അമേരിക്കയിൽ പണപ്പെരുപ്പം 2.4% കുറഞ്ഞിരിക്കുന്നു. ഇത് 8 മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. വിപണി വിദഗ്ധർ 2.5% പ്രതീക്ഷിച്ചിരുന്നത്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ പണപ്പെരുപ്പം കുറഞ്ഞത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ ആശ്വാസമാണ്. പണപ്പെരുപ്പം പ്രതീക്ഷിച്ചതിലും കുറഞ്ഞതോടെ US ഫെഡറൽ റിസർവ് മാർച്ചിൽ തന്നെ പലിശ നിരക്ക് കുറയ്ക്കാൻ നിർബന്ധിതരാകും. അത് സ്വർണ്ണവിലയെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പലിശ നിരക്ക് കുറയുമെന്ന വാർത്ത ഡോളറിനെ ദുർബലപ്പെടുത്തുകയും സ്വർണത്തിന് ഡിമാൻഡ് കൂട്ടുകയും ചെയ്യും. പണപ്പെരുപ്പ് ഡേറ്റ വന്നയുടൻ സ്വർണ്ണവില ഔൺസിന് $4,950 നിന്ന് $5,000 അടുക്കുന്ന പ്രവണതയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഈ ട്രെൻഡ് തുടരുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില കൂടാനാണ് സാധ്യത. പണപ്പെരുപ്പം പ്രതീക്ഷിച്ചതിലും കുറവ് വന്നത് നിക്ഷേപകർക്ക് അനുകൂലമായ വാർത്തയാണ്. എന്നാൽ സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്കും ആഭരണ പ്രേമികൾക്കും ഇതത്ര നല്ല വാർത്തയല്ല. സ്വർണ്ണവില ഉയർന്നു നിൽക്കുന്ന സമയത്ത് വലിയ തുകയ്ക്ക് സ്വർണം വാങ്ങാതെ അന്താരാഷ്ട്ര തലത്തിൽ എന്തെങ്കിലും സമാധാന ചർച്ചകൾ നടക്കുമ്പോഴോ ലാഭമെടുപ്പ് നടക്കുമ്പോഴോ വില കുറയുന്ന ഓരോ സമയത്തും നിശ്ചിത അളവ് സ്വർണം വാങ്ങുന്ന ബൈ ഓൺ ഡിപ്സ് രീതി നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. കാരണം പശ്ചിമേഷ്യൻ വിഷയം പരിഹരിക്കപ്പെടാത്തിടത്തോളം കാലം വലിയൊരു തകർച്ച സ്വർണ്ണവിലയിൽ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് വിപണിയിലെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ബിസിനസ് ഡെസ്ക്, ഗോൾഡ് മാക്സ്.